Almas Academy Integrated Campus. Almas Academy. കോട്ടക്കൽ നഗരസഭ വാർഷിക ബജറ്റ് നഗരസഭാ ഉപാധ്യക്ഷൻ ചരടം മുഹമ്മദ് അലി അവതരിപ്പിച്ചു. 47,53,32,058 രൂപ വരവും 45,6,93,585 രൂപ ചെലവും കണക്കാക്കുന്നതാണ് ബജറ്റ്. 2,46,38,473 രൂപയാണ് നീക്കിയിരുപ്പ്. സമഗ്ര മേഖലകളെയും സ്പർശിച്ച ബജറ്റാണിതെന്ന് നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ ഹനീഷ പറഞ്ഞു. എല്ലാ രീതിയിലും എല്ലാ സമഗ്ര മേഖലയെയും നമ്മൾ ഏകോപിപ്പിച്ചിട്ടുണ്ട്. ലഹരി, വിദ്യാഭ്യാസം, ശുചിത്വം, മാലിന്യം, മൃഗസംരക്ഷണം, പട്ടികജാതി, അതുപോലെ തന്നെ കൃഷി, കുടിവെള്ളം, പശ്ചാത്തല മേഖല, ആരോഗ്യം, അങ്ങനെ എല്ലാ ഭാഗത്തിനെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ്. അത് നീക്കിയിരിപ്പ് നമുക്ക് മിച്ച ബജറ്റാണ്. 2 കോടിയിലധികം മിച്ച ബജറ്റ് ഉള്ള ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടത്. മറ്റൊന്ന്, ഇതിൽ വന്ന ഈ ഫണ്ട് നമുക്ക് ലഭിച്ചതിൽ വളരെ ഗണ്യമായിട്ടുള്ള കുറവാണ് ഈ 25-26 വർഷത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ വരവിൽ കുറവ് കാണാൻ കഴിഞ്ഞത്. കാരണം CFC ഫണ്ട് തന്നെ 1,20,00,000 രൂപയുടെ കുറവുണ്ട് കഴിഞ്ഞ തവണത്തേനും. അതുപോലെ തന്നെ CFC ടൈഡിൽ 2 കോടിയുടെ കുറവുണ്ട്. ഇനി അതിലും പുറമെ MG റോഡ് മെയിൻ്റനൻസിന് നമുക്ക് 1,24,00,000 രൂപയുടെ കുറവുണ്ട്. അപ്പോൾ ഇത്തരം കുറവുകളാണ് ഈ 24-25 25-26 വന്ന ആ ഒരു കണക്കിലുള്ള മാറ്റം. അല്ലാതെ എല്ലാ രീതിയിലും ഇനി മറ്റൊന്ന് കാര്യം, ഏറ്റവും കൂടുതൽ നികുതി പിരിവ് നടത്തിയ ഒരു മുനിസിപ്പാലിറ്റി കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയാണ്. 24-25 വർഷത്തിൽ ഏകദേശം 89% നമ്മൾ നികുതി പിരിവ് പൂർത്തിയായി എന്നുള്ള സന്തോഷ വാർത്തയും എല്ലാം കൊണ്ട് 24-25 മനോഹരമായ ഒരു വർഷമാണ്. ഒരു 80% വർക്ക് പൂർത്തീകരിച്ച വർഷമാണ്. ഇതുപോലെ തന്നെ ഇനിയുള്ള സ്പിൽ ഓവർ വർക്കുകളും ഈ പ്രൊജക്റ്റിലുള്ള വർക്കുകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റേഡിയോ വിതരണം, ഭക്ഷണ കിറ്റ്, അതായത് വയോജനങ്ങൾക്കുള്ള ഭക്ഷണ കിറ്റ്, തീവ്രചലന വൈകല്യമുള്ളവർക്ക് മുച്ചക്ര വാഹനം, ഇതെല്ലാം സർക്കാർ അംഗീകാരം കിട്ടാതെ പോയ പ്രൊജക്റ്റാണ്. നല്ല മനോഹരമായ ചിന്തയോട് കൂടി നമ്മുടെ കഴിഞ്ഞ ബജറ്റിൽ വെച്ചത്, നൂതന പ്രൊജക്റ്റായിട്ട് വെച്ചത്, സർക്കാർ അംഗീകരിക്കാതെ പോയതിന് നമ്മുടെ യാതൊരു ഭരണസമിതിയെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല. സർക്കാരിനെ കുറ്റപ്പെടുത്തണം. എന്തായാലും വളരെ ഭംഗിയായിട്ട് ഈ സ്പിൽ ഓവർ വർക്കും ഈ പദ്ധതിയിൽ വരുന്ന 24-25-26 പദ്ധതിയിലുള്ള വർക്കും പൂർത്തിയാക്കിയെങ്കിലും ഒരു 70% പൂർത്തിയാക്കിക്കൊണ്ട് പടിയിറങ്ങണം എന്നാണ് ഈ ഒരു ഭരണസമിതിയുടെ തീരുമാനം. അത് സാക്ഷാത്കരിക്കുകയും ചെയ്യും. അർഹരായവർക്ക് ഭൂമിയും വീടും നൽകും. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യും. കൃഷിക്കും വിദ്യാഭ്യാസത്തിനും മുന്തിയ പരിഗണന നൽകും. ശുദ്ധജല ക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണും. മാലിന്യമുക്ത നഗരസഭയായതിനു പിറകെ തുടർ പ്രവർത്തനങ്ങൾ നടത്തും. മൃഗസംരക്ഷണത്തിനും ക്ഷീരവികസനത്തിനുമായി പദ്ധതികൾ ആവിഷ്കരിക്കും. പട്ടികജാതി വിഭാഗത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായി പദ്ധതികൾ നടപ്പാക്കും. നാടിനെ ലഹരിമുക്ത നഗരസഭയാക്കി മാറ്റും. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും. തുടങ്ങിയവയാണ് ബജറ്റിൽ പ്രധാനപ്പെട്ടവ. എന്നാൽ നാട്ടുകാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ മുഖവിലക്കെടുക്കാത്ത ബജറ്റാണിതെന്ന് LDF പാർലമെന്ററി പാർട്ടി നേതാവ് ടി കബീർ പറഞ്ഞു. ഈ ഭരണസമിതിയുടെ അവസാനത്തെ ബഡ്ജറ്റ് ആയിരുന്നു ഇന്ന്. ആ ബഡ്ജറ്റ് കീറി എറിഞ്ഞുകൊണ്ട് ഞങ്ങൾ CPM-ന്റെ കൗൺസിലർമാർ, LDF-ന്റെ കൗൺസിലർമാർ ബഹിഷ്കരിക്കാനായ സാഹചര്യം, ഈ ബഡ്ജറ്റിൽ കോട്ടക്കലിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും അഡ്രസ് ചെയ്യാത്ത ഒരു ബഡ്ജറ്റാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ പേരിന് വാഗ്ദാനമെങ്കിലും നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം തീരുമാനിച്ചു, ഭരണസമിതി ഒരു വാഗ്ദാനം കൊടുക്കേണ്ട തീരുമാനിച്ചു. ജനങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് കുടിവെള്ളം. ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന അന്നത്തെ ചെയർപേഴ്സന്റെ വാഗ്ദാനമാണ് ഈ ഭരണസമിതി കാലാവധി തീരും മുമ്പ് കോട്ടക്കൽ നഗരസഭയിലെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നത്. എന്താണ് ഇപ്പോഴും എഴുതി വച്ചിരിക്കുന്നത്? ജലജയം സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും കുടിവെള്ള പദ്ധതിക്ക് ഞങ്ങളൊരു 34 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ എഴുതി വെച്ച അതേ വാചകം എഴുതി വെക്കുകയാണ്. ഈ പദ്ധതി പൂർത്തിയാക്കാനോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ ഈ 5 വർഷം ഒരു കാര്യവും ചെയ്തിട്ടില്ല. പുതുതായിട്ട് അതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായമില്ല. മാലിന്യ സംസ്കരണം മാർച്ച് 30 കേരളം മാലിന്യമുക്ത സംസ്ഥാനമായി മാറാൻ പോവുകയാണ്. എന്താണ് കോട്ടക്കലിലെ ഈ ബഡ്ജറ്റിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഇവിടെ ഒരു MCF ഉണ്ട്. കോട്ടക്കലിൽ അറിയാലോ, എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഒക്കെ MCF സംവിധാനം വളരെ ഫലപ്രദമായി നടപ്പാക്കുക. ഇവിടെയുള്ള ഒരു MCF നിങ്ങൾ പോയി നോക്കണം. ഞങ്ങൾ ചോദിച്ചു, ഏതാണ് കോട്ടക്കൽ MCF? പ്രതിപക്ഷം ബജറ്റിന്റെ കോപ്പി കീറിയെറിഞ്ഞാണ് ചർച്ച ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചത്.
ജലക്ഷാമം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ഇത്തവണ ചെയ്തത്. മാലിന്യ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ നടപടിയില്ല. യുവാക്കൾക്കും സ്ത്രീകൾക്കുമായി ക്ഷേമ പരിപാടികളില്ല. ഉദ്യാനപാതയെ പൂർണ്ണമായി തടഞ്ഞു. തൊഴിൽമേളയും മറ്റും നടത്താൻ തുക അനുവദിച്ചില്ല. വയോജനങ്ങളെയും അവഗണിച്ചു. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സംവിധാനം കണ്ടില്ല. റവന്യൂ വരുമാനം വർദ്ധിച്ചില്ല എന്ന് മാത്രമല്ല 4 കോടിയോളം രൂപ കുറവാണ്. 10 കോടി രൂപയോളം ചെലവും കുറഞ്ഞിട്ടുണ്ടെന്നും പ്രതിപക്ഷം ആരോപിച്ചു. വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, കോട്ടയ്ക്കൽ. Specialized training is offered in the field like engineering, medicine, and commerce, equipping students for exams such as NEET, JEE, CA, CMA, and ACCA. In the realm of education, Almas Academy Integrated Campus. Almas Academy. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടയ്ക്കൽ. ഫോൺ 9946999976.